പട്ടാളത്തിൽ ആളിനെ എടുക്കത്തില്ല. കാരണം അഗ്നിവീറും പാരാമിലിറ്ററിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ എടുത്തിരുന്നു. അഗ്നിവീർ വന്ന ശേഷം, അതേപോലെ പാരാമിലിറ്ററി ഒക്കെ വന്ന ശേഷം ഫോഴ്സിനകത്ത് ആൾക്കാരെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് ജോലിയില്ലാതായി. തൊഴിലില്ലായ്മയാണ് പ്രശ്നം. അതിനെ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണം. അപ്പം ഈ സ്റ്റേറ്റോട്ട് വേണമ്പം ആർട്ടിക്കിൾ 6 ഷെഡ്യൂള് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ അവർ ഈ പറയുന്നത്? അങ്ങനെ വന്ന് കഴിയുമ്പോൾ സ്റ്റേറ്റുകൾക്ക് പാക്കേജ് ഉണ്ട്. അപ്പം ഈ പാക്കേജ് അനുസരിച്ച് അവിടെ പല രീതിയിലുള്ള പ്രോജക്റ്റുകളും ഫണ്ടുകളും വരും. ഇതാണ് ഇവർ പറയുന്നത് ആ സ്റ്റേറ്റ്ഹുഡ് വേണമെന്ന്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് സിക്കിം. സിക്കിമിൽ ഇതേ പ്രശ്നമുണ്ട്. നിങ്ങളിപ്പം സിലിഗുഡിയാണ് സിക്കിമിൻ്റെ താഴെ കിടക്കുന്ന സിറ്റി. സിലിഗുഡിയിൽ 1 കിലോ തക്കാളിയുടെ വില, അല്ലെങ്കിൽ 1 കിലോ സവാളയുടെ വില, അല്ലെങ്കിൽ 1 കിലോ പരിപ്പിൻ്റെ വില, ഇതിന് 50-60 രൂപയാണെങ്കിൽ സിക്കിമിൻ്റെ മേളിലോട്ട് ഹില്ലിലോട്ട് കയറി കഴിഞ്ഞാൽ അത് 150 രൂപയായി. അപ്പം സിക്കിമിൻ്റെ സംഭവം എന്തുവാ? അവിടെ പ്രകൃതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൂറിസ്റ്റായിട്ട് ആളുകൾ വരുന്നുണ്ട്. അവർക്ക് വലുതായിട്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ ലഡാക്കിൻ്റെ പ്രശ്നം ഈ പറയുന്ന പോലെ ഫാമിങ്ങിന് പറ്റിയ ടെറൈനൊന്നും അല്ല. പക്ഷേ ഗവൺമെൻറ് വിചാരിച്ച അതേപോലെ ഈ സിക്കിം ചെയ്ത പോലെ അവിടെ ടെറൈൻ ഉണ്ടാക്കി അവിടെ ഫാമിങ്ങും അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ മാറ്റിയെടുക്കാം. ഇതിനൊക്കെ പോസിബിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒത്തിരി തെളിവുണ്ട്. കാരണം പല ആൾക്കാരോട് പോയി കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു യൂണിയൻ ടെറിട്ടറി പോലെയാക്കി അങ്ങ് മാറ്റി.